ഡൽഹിയിൽ അധികാരത്തിലിരിക്കുന്ന പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി. പഞ്ചാബിലും അധികാരത്തിലിരിക്കുന്ന പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി. ഡൽഹിയിലെ 7 ലോക്സഭാ മണ്ഡലങ്ങളിൽ കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കിയിട്ട് പോലും AAPക്ക് ഒന്നും ലഭിച്ചില്ല. പഞ്ചാബിലെ 13 സീറ്റിൽ 3 സീറ്റ് മാത്രമാണ് ലഭിച്ചത്. ഒരു അഴിമതി വിരുദ്ധ പ്രതിച്ഛായയോടെയാണ് ആം ആദ്മി പാർട്ടി രൂപീകരിക്കുന്നത് തന്നെ. അത് ഇന്ത്യയിലെ അഴിമതിക്കെതിരായിട്ട് ലോക്പാൽ ബിൽ വേണമെന്ന ആവശ്യവുമായി അണ്ണാ ഹസാരെ നടത്തിയ പ്രക്ഷോഭത്തിന്റെ തുടർച്ചയായിട്ടാണ് ആം ആദ്മി പാർട്ടി രൂപീകരണം. അണ്ണാ ഹസാരെ ഏതു വിധത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തെയും എതിർത്തിരുന്നെങ്കിലും, അതായത് കക്ഷി രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങളെ എതിർത്തിരുന്നെങ്കിലും രാഷ്ട്രീയ പാർട്ടി തുടങ്ങാനായിരുന്നു അണ്ണാ ഹസാരയുടെ ശിഷ്യനായിരുന്ന അരവിന്ദ് കെജ്രിവാൾ ശ്രമിച്ചത്. അപ്പം അദ്ദേഹം ആദ്യമൊക്കെ താൻ ഒരിക്കലും രാഷ്ട്രീയത്തിലേക്ക് വരില്ല, താൻ അധികാര രാഷ്ട്രീയത്തിലേക്ക് വരില്ല എന്ന് പലതവണ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്ന ആളാണ്. പക്ഷെ അദ്ദേഹം പിന്നീട് അധികാര രാഷ്ട്രീയത്തിന്റെ ആളായി. പക്ഷെ അഴിമതി വിരുദ്ധ പാർട്ടി എന്നുള്ളതായിരുന്നു ആ പാർട്ടിയുടെ ഒരു അടിസ്ഥാന പ്രമാണമായിട്ട് അവർ സ്വീകരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ വ്യവസ്ഥാപിതമായ രാഷ്ട്രീയ പാർട്ടികളുടെ അഴിമതിയോടും അവരുടെ പ്രവർത്തന ശൈലിയോടും വിയോജിപ്പുള്ള പലരും തന്നെ മധ്യവർഗങ്ങൾക്ക് തന്നെ ആം ആദ്മി പാർട്ടിയിൽ ചേരാൻ തുടങ്ങി. അങ്ങനെ 2012 ആം ആദ്മി പാർട്ടി രൂപീകരിക്കുന്നത്. 2013 തന്നെ അരവിന്ദ് കെജ്രിവാൾ കുറച്ചു കാലത്തേക്ക് ഡൽഹിയുടെ മുഖ്യമന്ത്രിയാവുകയാണ്. അപ്പോഴും ഒരു വളരെ വാല്യൂ ബേസ്ഡ് ആയ ഒരു നിലപാടാണ് അദ്ദേഹം എടുത്തത്. ലോക്പാൽ ബിൽ ഡൽഹിയിൽ പാസ്സാക്കാൻ കഴിയാത്തതിൻ്റെ പേരിൽ അദ്ദേഹം അധികാരത്തിൽ നിന്ന് രാജിവെക്കുകയായിരുന്നു ചെയ്തിരുന്നത്. പക്ഷെ പിന്നീട് 2015-ലും 2020-ലും ഡൽഹിയിലെ മുഖ്യമന്ത്രിയായിട്ട് അരവിന്ദ് കെജ്രിവാൾ ജയിക്കുകയും ചെയ്തു. പക്ഷെ ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ എന്തിനൊക്കെയാണോ എതിർത്തിരുന്നത് അതൊക്കെയാണ് അരവിന്ദ് കെജ്രിവാളിന്റെ മുഖമുദ്രയായിട്ട് മാറിയിരിക്കുന്നത്. കാരണം കോൺഗ്രസിനെയാണ് അരവിന്ദ് കെജ്രിവാൾ ഇന്ത്യയിലെ അഴിമതി പാർട്ടിയിൽ ഒന്നാമതായിട്ട് കണക്കാക്കിയിരുന്നത്. അങ്ങനെ അഴിമതിക്കാരായ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരുടെ ഒരു പട്ടിക തന്നെ അദ്ദേഹം തയ്യാറാക്കിയിരുന്നു. അതിനകത്ത് ഒട്ടേറെ അഴിമതിക്കാരായ കോൺഗ്രസ്സുകാരുണ്ടായിരുന്നു. ലാലു പ്രസാദ് യാദവ് ഉണ്ടായിരുന്നു, അദ്ദേഹം അഴിമതിക്ക് ജയിലിൽ പോയതാണ്. അങ്ങനെ വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെ അഴിമതിക്കാരായ ആളുകളുടെ ഒരു പട്ടിക തന്നെ അദ്ദേഹം തയ്യാറാക്കിയിരുന്നു. പക്ഷേ ഇന്ന് ആം ആദ്മി പാർട്ടി ഇന്ത്യയിലെ അഴിമതി പാർട്ടികളിൽ ഏറ്റവും പ്രമുഖമായ ഒരു പാർട്ടിയായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. കാരണം ഡൽഹിയിലെ മദ്യ കുംഭകോണ കേസിൽ 100 കോടിയിലധികം രൂപയാണ്. അതിൻ്റെ വിശദമായ തെളിവുകളൊക്കെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുപിടിക്കുകയും ആം ആദ്മി പാർട്ടിയിൽ അരവിന്ദ് കെജ്രിവാളിന്റെ ഏറ്റവും ലെഫ്റ്റനന്റ് ആയിരുന്ന ഡൽഹി ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയ ഏതാണ്ട് 1.5 വർഷമായിട്ട് അദ്ദേഹം ജയിലിൽ കഴിയുകയാണ്. അപ്പം ഒരു കോടതിയും അദ്ദേഹത്തെ ജാമ്യം പോലും ഇപ്പോൾ കൊടുക്കുന്നില്ല. അതേപോലെ തന്നെ സഞ്ജയ് സിംഗ്, അദ്ദേഹം ജയിലിൽ ആയെങ്കിലും പിന്നീട് അദ്ദേഹം പുറത്തിറങ്ങി. പിന്നീടാണ് അരവിന്ദ് കെജ്രിവാൾ കഴിഞ്ഞ മാർച്ച് 21-ന് ഈ കേസിൽ, ഡൽഹി മദ്യനയ കേസിൽ അദ്ദേഹം അകത്താവുന്നത്. ഈ മദ്യനയ കേസിൽ TRS നേതാവ് ചന്ദ്രശേഖർ റാവുവിൻ്റെ മകൾ കവിതയൊക്കെ ഉൾപ്പെടുന്നു. അവരിൽ നിന്നാണ് പണം വാങ്ങിയത്. ആം ആദ്മി പാർട്ടിയുടെ ഗോവയിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനാണ് ആ പണം ഉപയോഗിച്ചത് എന്നുള്ള വിശദമായ തെളിവുകളൊക്കെ തന്നെ കോടതിയിൽ ഹാജരാക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും CBI ഒക്കെ ചെയ്തിരിക്കുന്നത്. അതോടൊരു അഴിമതി വിരുദ്ധ പാർട്ടി എന്നുള്ള അതിൻ്റെ പ്രതിച്ഛായ പൂർണ്ണമായിട്ടും ഇല്ലാതായിരിക്കുകയാണ്. അങ്ങനെ ഒരു സ്ഥിതിഗതിയിലാണ് അരവിന്ദ് കെജ്രിവാളിന് ED ചോദ്യം ചെയ്യാൻ വേണ്ടി നോട്ടീസ് അയക്കുന്നത്. 9 തവണ അദ്ദേഹം EDയുടെ ചോദ്യം ചെയ്യലിനെ ഒഴിഞ്ഞു മാറിയത്. പലതരത്തിലുള്ള അവധികൾ അദ്ദേഹം വാങ്ങുകയായിരുന്നു. അങ്ങനെ പല ഒഴികഴിവ് പറഞ്ഞ് അദ്ദേഹം EDക്ക് മുമ്പ് ഹാജരാകാതിരുന്നു. ഒടുവിൽ കോടതിയെ സമീപിച്ചു അറസ്റ്റിന് ഒഴിവാകാൻ വേണ്ടി. അങ്ങനെ അറസ്റ്റിൽ നിന്ന് ഒഴിവാകാൻ കോടതി തയ്യാറാകാതിരുന്നതോടുകൂടി, അല്ലെങ്കിൽ അറസ്റ്റ് തടയാൻ കോടതി തയ്യാറാകാതിരുന്നതോടുകൂടിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത്. അങ്ങനെ മാർച്ച് 21-ന് അറസ്റ്റിലായ അരവിന്ദ് കെജ്രിവാളിന് മെയ് 10-നാണ് അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം സുപ്രീം കോടതി നൽകുന്നത്. 21 ദിവസം അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ പങ്കെടുക്കാൻ അദ്ദേഹത്തിന് അവസരം കിട്ടിയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ വരവോടുകൂടി സ്ഥിതിഗതികൾ മുഴുവൻ മാറി. എല്ലാം അരവിന്ദ് കെജ്രിവാളിന് അനുകൂലമായി എന്നായിരുന്നു പത്രങ്ങളൊക്കെ എഴുതിയിരുന്നത്. പക്ഷേ അദ്ദേഹം ചെയ്തത് ഡൽഹിയിൽ ഏറ്റവും അധികം ആം ആദ്മി പാർട്ടി എതിർത്തിരുന്നത് കോൺഗ്രസിനെയായിരുന്നു. ദേശീയ തലത്തിലും എതിർത്തിരുന്നത് കോൺഗ്രസിനെയായിരുന്നു. ഡൽഹിയിലെ കോൺഗ്രസ്സുകാരാണ് ആം ആദ്മി പാർട്ടിയുടെ അഴിമതി പുറത്തു കൊണ്ടുവന്നത്. അങ്ങനെ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും സഖ്യമായതോടുകൂടി കോൺഗ്രസിന്റെ ഡൽഹിയിലെ PCC പ്രസിഡന്റ് തന്നെ BJP ചേർന്നു. അങ്ങനെ പരസ്പരം യോജിച്ച് അഴിമതിക്കാരെന്ന് ആരോപിക്കപ്പെട്ട കോൺഗ്രസ്സുകാരും അഴിമതി ആരോപിക്കപ്പെട്ട ആം ആദ്മി പാർട്ടിയും, അങ്ങനെ അഴിമതിക്കാരുടെ ഒരു സഹകരണമായിട്ട് അവർ ഡൽഹിയിൽ മത്സരിക്കുന്നു, BJPക്കെതിരെ മത്സരിക്കുന്നു. പക്ഷേ 7 സീറ്റിലും മത്സരിച്ച് പരാജയപ്പെടുന്നു. അരവിന്ദ് കെജ്രിവാൾ വീണ്ടും ജയിലിലേക്ക് പോവുകയാണ്. ഇനി എന്ത് സംഭവിക്കും? എന്തൊക്കെയാണോ അരവിന്ദ് കെജ്രിവാൾ എതിർത്തിരുന്നത് അത് അഴിമതി എതിർത്തിരുന്നു, അഴിമതിക്കാരനായിട്ട് മാറി. കുടുംബാധിപത്യത്തെ എതിർത്തിരുന്നു. അരവിന്ദ് കെജ്രിവാൾ
ജയിലിൽ പോയ സമയത്ത് സാധാരണഗതിയിൽ രാഷ്ട്രീയ നേതാക്കളൊക്കെ ജയിലിൽ പോകുന്ന സമയത്ത് ധാർമ്മികതയുടെ പേരിൽ അവർ രാജിവെക്കും. പക്ഷെ അരവിന്ദ് കെജ്രിവാൾ രാജിവെക്കാൻ പോലും തയ്യാറായില്ല. അദ്ദേഹം ജയിലിരുന്ന് ഭരിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പം അരവിന്ദ് കെജ്രിവാൾ ഭാര്യയെ മുഖ്യമന്ത്രിയാക്കാനാണ് ശ്രമിച്ചത്. അല്ലെങ്കിൽ ഇപ്പോഴും അദ്ദേഹം ഭാര്യയെ പിന്തുടർച്ചാവകാശിയാക്കിയിരിക്കുകയാണ്. സത്യത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് പാർട്ടിയിൽ യാതൊരു സ്ഥാനവുമില്ല. പക്ഷേ മുഖ്യമന്ത്രിയുടെ ഭാര്യ എന്ന നിലയിൽ പാർട്ടി കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കാനും ഒരു വേള തൻ്റെ ഭാര്യയെ മുഖ്യമന്ത്രിയാക്കാനും അദ്ദേഹം ശ്രമിച്ചു. പിന്നെ ഇതിനെ എതിർത്തതിൻ്റെ പേരിലുള്ള മറ്റെന്തോ അധികാര തർക്കങ്ങളുടെ പേരിലാണ് സ്വാതി മാലിവാൾ, പാർട്ടി MP, രാജ്യസഭ MP ആയ സ്വാതി മാലിവാളിനെ അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ച് ആക്രമിക്കുന്നത്. ആ സമയത്ത് ഒരു സ്ത്രീയെ, ഒരു വനിതാ MP ആക്രമിച്ച സമയത്തൊക്കെ അവർക്ക് സഹായത്തിനെത്തേണ്ട അരവിന്ദ് കെജ്രിവാൾ തൻ്റെ PA അവരെ മർദ്ദിച്ചിട്ട് പോലും അദ്ദേഹം നിശബ്ദനാകുകയാണ് ചെയ്തത്. അങ്ങനെ പൊതുജീവിതത്തിൽ തൻ്റെ ധാർമ്മികമായ മൂല്യങ്ങൾ, താൻ ഉയർത്തിപ്പിടിക്കുന്ന എല്ലാ മൂല്യങ്ങളും അദ്ദേഹം കളഞ്ഞു കുളിക്കുകയാണ് അരവിന്ദ് കെജ്രിവാൾ ചെയ്തത്. ഇതോടുകൂടി അരവിന്ദ് കെജ്രിവാളിന് ഡൽഹിയിൽ ഒരു പക്ഷേ കുറേ ഫ്രീ ബീകളൊക്കെ കൊടുത്തതിൻ്റെ പേരിൽ, സൗജന്യങ്ങളൊക്കെ കൊടുത്തതിൻ്റെ പേരിൽ കുറേ ആളുകൾ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഇന്ന് അദ്ദേഹം ഇലക്ഷനിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടി പൂർണ്ണമായിട്ടും തുടച്ചു നീക്കപ്പെട്ടു. അത് ഡൽഹിയിലായാലും തുടച്ചു നീക്കപ്പെട്ടു, പഞ്ചാബിലാണെങ്കിലും കുറച്ച് സീറ്റ് മാത്രമേ കിട്ടിയുള്ളൂ. പഞ്ചാബിലെ തീവ്രവാദി ആരോപണങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ പാർട്ടി നേരിടുന്നുണ്ട്, അരവിന്ദ് കെജ്രിവാളും നേരിടുന്നുണ്ട്. അപ്പോൾ അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്നത് ഒരു മുഖംമൂടി മാത്രമായിരുന്നു എന്ന്, അല്ലെങ്കിൽ മാധ്യമങ്ങളൊക്കെ ഉയർത്തിപ്പിടിച്ച ഒരു മുഖംമൂടി മാത്രമായിരുന്നു എന്ന് തെളിഞ്ഞിരിക്കുകയാണ്. ഒരുപക്ഷെ അരവിന്ദ് കെജ്രിവാളിന് ഏറ്റവും വലിയ തിരിച്ചടി നൽകിയത് വേണമെങ്കിൽ സുപ്രീം കോടതിയാണെന്ന് പറയാം. കാരണം തൻ്റെ പേരിലുള്ള കേസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് സുപ്രീം കോടതി അദ്ദേഹം സമീപിച്ചത്. ജാമ്യത്തിന് വേണ്ടി അരവിന്ദ് കെജ്രിവാൾ ആവശ്യപ്പെട്ടിരുന്നില്ല. അരവിന്ദ് കെജ്രിവാൾ പറയാതെ തന്നെ സുപ്രീം കോടതി അരവിന്ദ് കെജ്രിവാളിനെ ഇലക്ഷനിൽ പ്രവർത്തിക്കാനുള്ള ഇടക്കാല ജാമ്യം നൽകുകയായിരുന്നു. പക്ഷെ അന്നൊക്കെ മാധ്യമങ്ങൾ കോടതി അരവിന്ദ് കെജ്രിവാളിന്റെ രക്ഷക്കെത്തി എന്നാണ് പറഞ്ഞിരുന്നത്. യഥാർത്ഥത്തിൽ അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം കിട്ടിയിരുന്നില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പാർട്ടി തോറ്റാൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ ഒരു രക്തസാക്ഷി പരിവേഷം ഉണ്ടാവുമായിരുന്നു. ഞാൻ ജയിലിനകത്ത് കിടന്നുകൊണ്ടാണ് പാർട്ടി തോറ്റത്. പക്ഷെ ഇത്തവണ അരവിന്ദ് കെജ്രിവാളിന് എന്താണ് സംഭവിച്ചത്? അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം കിട്ടിയതോടുകൂടി അദ്ദേഹത്തിന്റെ പാർട്ടി അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് പ്രചരണമാക്കിയിരുന്നത് ജയിൽ കാ ജവാബ് വോട്ട് സേ എന്നാണ് പറഞ്ഞത്. അതായത് അദ്ദേഹത്തെ ജയിലിൽ അടച്ചതിനുള്ള മറുപടി നിങ്ങൾ വോട്ട് ചെയ്ത് തോൽപ്പിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പം ഇപ്പം അരവിന്ദ് കെജ്രിവാളിന്റെ പാർട്ടിയെ ജനം തള്ളിയതോടുകൂടി അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ കിടക്കട്ടെ എന്നതാണ് ജനങ്ങളുടെ അഭിപ്രായമെന്ന് വ്യക്തമായിരിക്കണം. കാരണം ജയിലിൽ അടച്ചത് തിരുത്തണം, അതാണ് വോട്ടിലൂടെയാണ് ജയിലിൽ അടച്ചത് തെറ്റാണെന്ന് തെളിയിക്കുക എന്നൊരു വാദമാണ് പാർട്ടി ഉന്നയിച്ചത്. അപ്പോൾ വോട്ടിലൂടെ തോറ്റ സമയത്ത് ജയിലിൽ അടച്ചത് ശരിയാണെന്ന് വരികയാണ്. അപ്പോൾ ഇത് അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം സുപ്രീം കോടതി അങ്ങനെ ഒരു ജാമ്യം കൊടുത്തിരുന്നില്ലെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹം ജയിലിൽ തുടർന്നേനെ, ഈ പാർട്ടി തോറ്റേനെ. പക്ഷേ ഈ അദ്ദേഹത്തിന് ജയിൽവാസത്തിന് ഒരു രക്തസാക്ഷി പരിവേഷം അദ്ദേഹത്തിന് കിട്ടുമായിരുന്നു. അതില്ലാതായി. ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ ഒരു ജയിലിൽ തന്നെ കിടക്കട്ടെ എന്നാണ് ജനം പറഞ്ഞത് എന്നൊരു വ്യാഖ്യാനത്തിലേക്ക് ഈ കോടതിയുടെ ജാമ്യം എത്തിച്ചിരിക്കുകയാണ് എന്നതാണ് മറ്റൊരു വസ്തുത. എന്ത് സംഭവിക്കും ഇനി അരവിന്ദ് കെജ്രിവാളിന്? അദ്ദേഹം വീണ്ടും ജയിലിലേക്ക് പോയിരിക്കുകയാണ്. ഇനിയും അദ്ദേഹം മുഖ്യമന്ത്രി പദവിയിൽ തുടരാനാണോ താല്പര്യപ്പെടുന്നത്? അങ്ങനെയാണെങ്കിൽ എത്ര നാൾ അദ്ദേഹത്തിന് തുടരാൻ പറ്റും? അപ്പം അദ്ദേഹത്തിന് ഏക ഒരു ആശ്വാസം BJP കേന്ദ്രത്തിൽ ഉണ്ടെങ്കിൽ പോലും കഴിഞ്ഞ അത്ര ശക്തമായൊരു BJP ആയിരിക്കില്ല. കാരണം ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാത്ത BJP ആണ് എന്നുള്ളൊരു ഒരു ആശ്വാസം മാത്രമേ അദ്ദേഹത്തിനുള്ളൂ. അപ്പോൾ ഇന്ന് അദ്ദേഹത്തെ ഏതാണ്ട് എല്ലാവരും കൈവിടുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കും അരവിന്ദ് കെജ്രിവാളിന്? ആം ആദ്മി പാർട്ടിക്ക് എന്ത് സംഭവിക്കും? അതൊരു സാധാരണ രാഷ്ട്രീയ പാർട്ടിയായിട്ട് മാറിക്കഴിഞ്ഞു. അതിലെ പടലപ്പിണക്കങ്ങളൊക്കെ പുറത്തു വന്നു, ഗ്രൂപ്പ് വഴക്കുകൾ പുറത്തു വരുന്നു, അധികാര പിന്തുടർച്ചയ്ക്ക് വേണ്ടി തർക്കമുണ്ടാകുന്നു, അഴിമതിയുടെ പേരിൽ തർക്കമുണ്ടാകുന്നു. അങ്ങനെ ജനങ്ങളിൽ നിന്ന് ഏതൊരു പാർട്ടിയാണോ ജനങ്ങൾക്ക് പ്രതീക്ഷകൾ നൽകി, മോഹങ്ങൾ നൽകി, ഒരു രാഷ്ട്രീയത്തെ സംശുദ്ധീകരിക്കാൻ വേണ്ടി ഉണ്ടായ പാർട്ടി എന്ന് പലരും ധരിച്ചിരുന്ന ആം ആദ്മി പാർട്ടി ഇന്നൊരു സാധാരണ രാഷ്ട്രീയ പാർട്ടിയായിട്ട് മാറിയിരിക്കുകയാണ്. രാഷ്ട്രീയത്തിൻ്റെ എല്ലാ ദൂഷ്യവശങ്ങളും ആ പാർട്ടിയിലേക്ക് കയറിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി അരവിന്ദ് കെജ്രിവാളിൻ്റെ പാർട്ടിക്ക് എന്ത് സംഭവിക്കും? അരവിന്ദ് കെജ്രിവാൾ എത്ര നാൾ ജയിലിൽ തുടരേണ്ടി വരും എന്നുള്ളതാണ് അടുത്ത ചോദ്യം.